ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. മലയാള സാഹിത്യത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൻ്റെ 50-ാം വാർഷികവുമായി ബന്ധപ്പെട്ട ഒരു പോഡ്കാസ്റ്റാണ് ഇത്. 1974 ആനന്ദിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് പുസ്തകമായി പുറത്തിറങ്ങുന്നത്. അതിനു മുൻപ് 1972 സമീക്ഷയിൽ മരണ സർട്ടിഫിക്കറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. എങ്കിലും അതൊരു പുസ്തകമായിട്ട് പുറത്തിറങ്ങുന്നത് 1974 ആണ്. മരണ സർട്ടിഫിക്കറ്റ് പുറത്തിറങ്ങുന്നതിന് മുൻപ് മലയാള സാഹിത്യത്തിലെ മറ്റൊരു തരംഗ സൃഷ്ടി ആനന്ദിൽ നിന്നും ഉണ്ടായിരുന്നു. അത് ആൾക്കൂട്ടം എന്ന നോവൽ ആയിരുന്നു. ഒ.വി. വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം ഇറങ്ങിയ 6 വർഷങ്ങൾക്ക് ശേഷമാണ് മരണ സർട്ടിഫിക്കറ്റ് പുറത്തിറങ്ങിയത് എന്നതും ഇവിടെ സൂചിപ്പിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. 50 വർഷങ്ങൾക്ക് ശേഷം മരണ സർട്ടിഫിക്കറ്റ് എന്ന കൃതി വീണ്ടും വായിച്ചതിൻ്റെ ഒരു വായനാ അനുഭവമാണ് ദില്ലി ദാലിയുടെ ഈ പോഡ്കാസ്റ്റ്. 2024 ദില്ലി ദാലിയുടെ ഓണം പോഡ്കാസ്റ്റാണ് ഇത്. എനിക്ക് അതിൽ അതിയായ സന്തോഷമുണ്ട്. വായനക്കാരനും ദീപ്തമായ ഉൾക്കാഴ്ചയോടെ ലോകസാഹിത്യം പിന്തുടരുന്ന ആളും സർവോപരി ആനന്ദിൻ്റെ എല്ലാ കൃതികളും മനസ്സിരുത്തി പലവുരു വായിച്ചിട്ടുള്ളയാളുമായ ഡി അഷ്ടമൂർത്തിയുമായിട്ടാണ് മരണ സർട്ടിഫിക്കറ്റ് എന്ന തരംഗ സൃഷ്ടിയായ ഒരു മലയാള സാഹിത്യ കൃതിയെക്കുറിച്ചുള്ള ഈ സംഭാഷണം. സ്വാഗതം അഷ്ടമൂർത്തി ദില്ലി ദാലിയിലേക്ക്. ദില്ലി ദാലിയുടെ ഒരു വലിയ ശ്രോതാവാണ് അഷ്ടമൂർത്തി എന്ന് എനിക്കറിയാം. പക്ഷെ ആദ്യമായിട്ടാണ് അഷ്ടമൂർത്തി ദില്ലി ദാലിയിൽ പങ്കെടുക്കുന്നത്. സ്വാഗതം. താങ്ക് യു ഗോപാലകൃഷ്ണൻ. താങ്ക് യു വെരി മച്ച്. എനിക്കറിയാം അഷ്ടമൂർത്തി പലതവണ മരണ സർട്ടിഫിക്കറ്റ് വായിച്ചിട്ടുണ്ട് എന്ന്. മരണ സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊരു പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം സ്നേഹബുദ്ധ്യ എൻ്റെ മുന്നിൽ വെച്ചതും അഷ്ടമൂർത്തിയാണ്. അതിനെനിക്ക് പ്രത്യേക നന്ദിയുണ്ട്. സാഹിത്യത്തിൽ അപാര വ്യാപ്തിയുള്ള, ലോകത്തിലുള്ള അസാധാരണ വായനാ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരണ സർട്ടിഫിക്കറ്റ് എന്ന പുസ്തകത്തിന് അഷ്ടമൂർത്തി നൽകുന്ന മൂല്യവും പ്രാധാന്യവും എന്താണ് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അത് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഞാൻ എങ്ങനെ ഇത് വായിച്ചു തുടങ്ങി എന്ന് പറയാം. വെരി ഗുഡ്. 1976 എനിക്ക് ഞാൻ നമ്മുടെ വളരെ ചെറുപ്പമാണ്. 70 ആൾക്കൂട്ടം വരുമ്പോൾ എനിക്ക് 11 വയസ്സായിട്ടുള്ളൂ. 76 നമ്മൾ ഇങ്ങനത്തെ വായനകളൊക്കെ എത്തിയത്. അങ്ങനെ ഖസാക്ക് വായിച്ചു. അങ്ങനെ വായിച്ച് 76 ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴാണ് ആൾക്കൂട്ടം ഒരു തരംഗമായിട്ട് ഞങ്ങളുടെ വായനശാലയിൽ വന്നു. അത് ഒറ്റ കോപ്പി ഉണ്ടായിരുന്നു. അപ്പൊ അത് എപ്പോഴും സർക്കുലേഷനായിരുന്നു. ഒരു സർക്കുലേഷൻ ഇല്ലാത്ത ഒരു സമയമില്ല. അപ്പൊ എപ്പോ പോയി നോക്കിയാലും അത് കിട്ടില്ല. അവസാനം അവിടുത്തെ ലൈബ്രറിയൻ പറയാണ്, ഒരു ഈ പറഞ്ഞ എഴുത്തുകാരുടെ ഒരു കോപ്പി കൂടി, ഒരു ബുക്ക് വന്നിട്ടുണ്ട്, മരണ സർട്ടിഫിക്കറ്റ് വേണേ കൊണ്ടുപോയി കൊടുത്തു. ഞാൻ മനസ്സിൽ മനസ്സോടെ എടുക്കുന്നത്. അത് എടുത്തിട്ട് ഞാൻ ശരിക്കും പറയാൻ വെച്ചാൽ അന്ന് 10-17 വയസ്സായിരുന്നു. ഒറ്റ ഇരിപ്പിൽ വെച്ചു. ഐ വാസ് സ്പെൽ ബൗണ്ട് തന്നെ ഇംപ്ലോഡ്. എന്റെ ഉള്ളിൽ എന്തോ എന്തോ ഇംപ്ലോഡ് ചെയ്തു. അതേവരെ വായിച്ച ഖസാക്ക് എല്ലാം നമ്മൾ മലയാളത്തിൽ കുറെ അങ്ങനെ വായിച്ചു തുടങ്ങിയ സമയം, MT അങ്ങനെ. ഇതിന്റെ ഇടയ്ക്ക് ഇത് വായിച്ചപ്പോൾ ഉണ്ടായ എന്താ പറയുക, ഒരു ഷോക്ക്. ഇങ്ങനെയും ഒരു നോവൽ എഴുതാം, ഇതാണ് ഇങ്ങനെയാണ് എഴുതേണ്ടതെന്നോ, അത് ഇങ്ങനെയും ഒരു നോവൽ എഴുതാം, ഇങ്ങനെയും ഒരു കഥ പറയാം, ഇത്രയും ഡാർക്കായിട്ടൊരു കഥ പറയാം എന്നൊക്കെ ഞാൻ മനസ്സിലാക്കണം. പിന്നീട് ഒരു വർഷമായിട്ട് കഴിഞ്ഞ ആൾക്കൂട്ടിലേക്ക് തിരിച്ചു പോയത്. അപ്പൊ എന്റെ വായന തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ആനന്ദ് വായന തുടങ്ങിയത് ടേക്ക് ഓഫ് അതായിരുന്നു, ആനന്ദിന്റെ വായനയില്. അപ്പൊ അതാണ് എന്റെ എങ്ങനെയാ വായന തുടങ്ങിയത്. പിന്നെ ദോഷ് ചോദിച്ചത് മറ്റേ അതായത് ഈ വളരെ വളരെ പരന്ന വായന അനുഭവം ഉണ്ട് അഷ്ടമൂർത്തിക്ക് എന്ന് എനിക്കറിയാം. ആ വായനാ അനുഭവത്തിൽ നിന്ന് മരണ സർട്ടിഫിക്കറ്റ് പോലെയുള്ള ഒരു മൈൽ സ്റ്റോൺ ആയിട്ടുള്ള
ഒരു കൃതി ഈ കാണുമ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ മൂല്യവും പ്രാധാന്യവും എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. മരണ സർട്ടിഫിക്കറ്റ് ഒരു പല തരത്തിൽ വലിയ കാര്യമായിട്ട് മരണ സർട്ടിഫിക്കറ്റ് ചർച്ചകളുണ്ട്. വലിയ എഴുത്തുകാരും ആനന്ദിനെ കുറിച്ച് കണ്ടമാനം കുറേയധികം എഴുതിയെങ്കിലും, ആനന്ദിന്റെ ഭാഷ, ആനന്ദിന്റെ ജീവിതദർശനം എല്ലാം എഴുതിയെങ്കിലും മരണ സർട്ടിഫിക്കറ്റ് ആസ് സച്ച് ഒരു അല്ലെങ്കിൽ ഒരു ചർച്ച, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു 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 നിരൂപണമോ അല്ലെങ്കിൽ ഒരു ആസ്വാദനമോ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, എൻ്റെ ഓർമ്മയില്ല. പക്ഷെ മരണ സർട്ടിഫിക്കറ്റ് എനിക്ക് തോന്നുന്നത്, മരണ സർട്ടിഫിക്കറ്റ് ഒരു ആൾക്കൂട്ടം കഴിഞ്ഞ് മരണ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ, മരണ സർട്ടിഫിക്കറ്റിന് വന്ന കാലം 1974 അടിയന്തരാവസ്ഥ തൊട്ട് മുമ്പ് സമയം. ശരിക്കും ആ ഒരു ടർബ്യൂലന്റ് ആയിട്ടുള്ള സമയം ആണ് ഇന്ത്യൻ രാഷ്ട്രീയം. ഇതിനിടയ്ക്ക് ഇതിങ്ങനെ വരുമ്പോൾ നമ്മൾ ലോക സാഹിത്യത്തിൽ ഒരു കാര്യമൊന്നും കമ്പയർ ചെയ്യാനില്ല അതിന്. ഇതിന് ശരിക്കും ഒരു സ്ഥലത്തും നമുക്ക് ഒരു പ്രീവിയസ് മോഡൽസ് ഒന്നും കാണാൻ പറ്റില്ല. ഇത് വളരെ ഒരു ഇന്ത്യയിലത്തെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഒരു റെഡ് ടേപ്പിസം അല്ലെങ്കിൽ ഒരു അതിഭീകരമായ ഭരണകൂട ഭീകരത എങ്ങനെ നമ്മളെ ഇൻഡിവിജ്വലായിട്ട് എഫക്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഒരു മരണത്തിൽ പോലും അത്രയും ഒരു നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒരു കൃതിയായിരുന്നു ഇത്. മാത്രമല്ല ഇത് ആൾക്കൂട്ടത്തിന് വ്യത്യസ്തമാകുമ്പോൾ, ആൾക്കൂട്ടം എന്നെ സംബന്ധിച്ചിടത്തോളം ആൾക്കൂട്ടം ഞാൻ രണ്ടാമത് വായിച്ചോണെന്ന് അറിയില്ല, എനിക്ക് കുറച്ച് ക്ലട്ടർ ആയിരുന്നു അതിൽ, കുറച്ച് വലുതാണ്. പിന്നെ കുറെ എൻ്റെ അഭിപ്രായമാണ് ആൾക്കൂട്ടം ഏറ്റവും മികച്ച നോവലാണെന്ന് എല്ലാവർക്കും അറിയാം. മലയാളത്തിലത്തെ 4 പ്രമുഖ നോവലുകൾ ഒന്നാണ്, 4 പാത്ത് ബ്രേക്കിംഗ് 4 നോവൽസിൽ ഒന്നാണെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ എന്നാലും ആൾക്കൂട്ടം എപ്പോഴും എനിക്ക് ആൾക്കൂട്ടത്തിന് ഒരു ഭയങ്കര ഗ്യാപ്പ് തോന്നി ഇപ്പൊ വായിക്കുമ്പോഴും, പിന്നെ അന്ന് ഇത് തിരിച്ചു പോയി വായിക്കുമ്പോഴും. ആൾക്കൂട്ടത്തിൽ നിന്നും ഇത് ഇദ്ദേഹത്തിന്റെ ഈ ആനന്ദ് എന്ന നോവലിസ്റ്റിന്റെ ഒരു ടേക്ക് ഓഫ് പോയിന്റ് ആയിരുന്നു. ആൾക്കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാ ശങ്കകളും, എല്ലാ ഡൗട്ട്സും, എല്ലാ എന്താ പറയുക, എല്ലാ ടെൻറ്ററ്റീവ് ആയിട്ടുള്ള അവസ്ഥയും എല്ലാം മാറി ഇതിലേക്ക് വരുമ്പോൾ എല്ലാം വളരെ ക്രിസ്പ്. എല്ലാ കാര്യങ്ങളും ക്യാരക്ടേഴ്സ് വളരെയധികം കുറഞ്ഞു. പിന്നെ ഇമോഷൻസ്, മറ്റേതിൽ ആൾക്കൂട്ടത്തിൽ പിന്നെ 1-2 ഇമോഷണലും കുറച്ച് കാൽപ്പനികതയൊക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ തന്നെ മരണ സർട്ടിഫിക്കറ്റ് കിടക്കുക. വെറും പ്യോർ ആയിട്ടുള്ള എന്താ പറയാ, ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അത് പിന്നീട് ഇത് ആനന്ദിന്റെ എല്ലാ കൃതികളിലും ഈ ഒരു സങ്കേതം ഉപയോഗിച്ചിട്ടുള്ളത്. ആൾക്കൂട്ടത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് വരാമോ നോവൽ. ഈ നോവലിൽ വന്ന ആ ഒരു സങ്കേതം, അതായത് അതാണ് ആ ഒരു എന്താ പറയുക, ഡിസ്റ്റോപ്പിയൻ അല്ല അത്. ആക്ച്വലി ആ ഒരു ഡിസ്റ്റോപ്പിയൻ എന്ന് പറയുന്നത് ഡിസ്റ്റോപ്പിയൻ അല്ല, ഈ ഒരു തരം ഒരു ഉദ്വേഗം ജനിപ്പിക്കണം എന്നും പറയാം. അങ്ങനെ ഒരു ഇത് തുടങ്ങിയത്, ഒരു ടേക്ക് ഓഫ് പോയിന്റ് ആനന്ദിൽ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് എനിക്ക് നമ്മുടെ സംഭാഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് ഓരോ ഭാഗങ്ങൾ വായിക്കാം എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഫോർമാറ്റാണ് ഞാൻ ഇത്തവണ ഈ സംഭാഷണത്തിന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ തുടക്കത്തിൻ്റെ ഭാഗം ഞാനൊന്ന് വായിക്കുകയാണ്. ഈ മരണ സർട്ടിഫിക്കറ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ക്രിമേറ്ററി ക്ലാർക്ക് ഒരു കാരണവുമില്ലാതെ എന്നോട് തട്ടിക്കയറി. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നേരം വിളക്കുമ്പോഴേക്കും. ദേഷ്യപ്പെട്ടു പറഞ്ഞതുകൊണ്ടാകാം, അല്ലെങ്കിൽ സാമാന്യത്തിൽ കൂടുതൽ വലിപ്പമുള്ള ഒരു വായുള്ളത് കൊണ്ടാകാം. അങ്ങനെ പറഞ്ഞപ്പോൾ അയാളുടെ വായിൽ നിന്നും 1-2 തുള്ളി തുപ്പൽ തെറിച്ച് മേശപ്പുറത്ത് വീഴുകയും ചെയ്തു. പൂച്ചയ്ക്ക് എന്ത് പൊന്നുരുക്കുന്നിടത്ത് കാര്യം എന്ന മട്ടിലായിരുന്നു അയാളുടെ നോട്ടം. കുറച്ച് പാരഗ്രാഫുകൾക്ക് ശേഷം ദുഃഖമൊതുക്കി ശക്തി സംഭരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് ഒന്ന് നോക്കൂ, നിങ്ങൾ ആ രജിസ്റ്ററിൽ എവിടെയോ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്, 2 നാൾ കഴിഞ്ഞു വന്നാൽ തരാമെന്നാണ് പറഞ്ഞത് മരണ സർട്ടിഫിക്കറ്റ്. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അഷ്ടമൂർത്തി ആദ്യം പറഞ്ഞതുപോലെ തന്നെ വല്ലാതെ നമ്മെ പിടിച്ചുലയ്ക്കുന്ന രീതിയിൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് എന്നൊരു വിഷയവുമായിട്ട് വന്നിട്ട് നമ്മളെ ഉലയ്ക്കുന്ന ഒരു തുടക്കം തന്നെയാണ് മരണ സർട്ടിഫിക്കറ്റ് എന്ന് എനിക്കറിയാം. അപ്പോൾ ഒരാളുടെ മരണ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള നിരന്തര യത്നങ്ങളിൽ മറ്റൊരാളുടെ മനുഷ്യാവസ്ഥ, നിസ്സഹായാവസ്ഥ, കരുണാരഹിതമായ സാമൂഹ്യ ഘടനയുടെ ഇപ്പോൾ അഷ്ടമൂർത്തി പറഞ്ഞത് ഈ ബ്യൂറോക്രസിയുടെയും
മറ്റൊരു വാക്കാണ് അഷ്ടമൂർത്തി പറഞ്ഞത്. ഈ നൂലാമാലകൾ, റെറ്റേറ്റിസം റെറ്റേപ്പിസം. ഭരണകൂട റെറ്റേപ്പിസത്തിന്റെ നിർവികാരതയിൽ ഒരാളുടെ വല്ലാത്ത ഒറ്റപ്പെടൽ. ഈ ചെറിയ നോവലിലേക്ക് ആൾക്കൂട്ടത്തിൽ നിന്നും ആനന്ദ് നടന്നതിനെ എങ്ങനെയാണ് കാണുന്നത് എന്ന് അഷ്ടമൂർത്തി പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആൾക്കൂട്ടത്തിൽ നിന്നും മരണ സർട്ടിഫിക്കറ്റിലേക്ക് വരികയും അതിനുശേഷം എങ്ങനെയാണ് അതൊരു ഒരു ഒരു അതിൻ്റെ ധ്വനികൾ എങ്ങനെയാണ് തുടർന്നതെന്നുമാണ് അഷ്ടമൂർത്തി പറഞ്ഞത്. പക്ഷെ എൻ്റെ ചോദ്യം, ആൾക്കൂട്ടത്തിൽ നിന്നും വ്യക്തിയിലേക്കായിരുന്നു ആനന്ദ് മുന്നോട്ട് പോയത് എന്നുള്ളത്. വളരെ ശരിയാണ്, വളരെ ശരിയാണ്. ഒരു 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 വിധത്തിൽ ആലോചിച്ചാൽ വളരെ ശരിയാണ്. ആൾക്കൂട്ടം ഒരു ക്രൗഡ്. അല്ല, എൻ്റെ ചോദ്യത്തിൽ ലഘൂകരണം ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യണം കേട്ടോ. കാരണം ആൾക്കൂട്ടത്തിലും തീർച്ചയായിട്ടും ആൾക്കൂട്ടത്തിലും വ്യക്തിയും ഒക്കെ ഉണ്ടെന്നുള്ളത് ഉണ്ട്. പക്ഷെ അതല്ല ഞാൻ പറയുന്ന ആൾക്കൂട്ടം എന്തൊക്കെ പറഞ്ഞാലും ഒരു ക്രൗഡിന്റെ കഥയാണ്. നമ്മുടെ പേര് സൂചിപ്പിക്കുന്ന ആൾക്കൂട്ടം ഒരു ക്രൗഡിന്റെ കഥയാണ്. എന്ന് മാത്രമല്ല അത് ഇൻഡിവിജ്വലിന്റെ ട്രോമാസ് ഇഷ്ടമാരുണ്ട്. ഓരോ വ്യക്തിയുടെയും ഓരോ ദുരന്തങ്ങൾ കുറെ ഉണ്ട്. സുന്ദർ ആയാലും ശരി, ജോസഫ് ആയാലും ശരി, രാത്രി ശരി, എല്ലാവരും ഉണ്ട്. പക്ഷെ മരണ സർട്ടിഫിക്കറ്റില് എന്തെന്ന് വെച്ചാൽ ഒരു ആ ഇൻഡിവിജ്വലിന്റെ ഒരു ഒരു ട്രോമയെന്ന് അതങ്ങ് അങ്ങോട്ട് പുറത്തേക്ക് പോകണം. അത് ഒരു മൊത്തം ഒരു ചുറ്റുമുള്ള ഒരു വലയത്തിന്റെ മുകളിൽ ഇങ്ങനെ വരികയാണ്. അത് അയാളുടെ കൂടെ സഞ്ചരിക്കുന്ന എല്ലാവരും, അയാളുടെ കൂട്ടുകാർ, ഈ ക്രിമിറ്ററി ക്ലർക്കുമാർ, എല്ലാവരും ഇതിന്റെ ഒരു പാർട്ടായാണ്. ഇയാളുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു ബോംബ് എന്ന് പറയാനില്ല, ഒരു സ്ഫുരണം അത് ചുറ്റും വരണം. അങ്ങനെയാണ് അത് ഇൻഡിവിജ്വലിന്റെ കോൺസെൻട്രേറ്റ് ഫോക്കസ് ചെയ്താണ് വരുന്നത്. ഈ ഇൻഡിവിജ്വലിന്റെ ഫോക്കസ് ചെയ്തിട്ട് അത് പുറത്തേക്ക് പോകണം. അതാണ് ഇനി വരാൻ പോകുന്ന എല്ലാ നോവലുകളിലും. ഉണ്ടായതായാലും ശരി, അഭയാർത്ഥികളായാലും ശരി, ഗോവർദ്ധന്റെ യാത്രകളും വ്യത്യാസമുണ്ട് രണ്ടും. പക്ഷെ ഈ വക ഇങ്ങനത്തെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള എല്ലാ നോവൽസിനും ഇത് തന്നെയാണ് ഉപയോഗിച്ചത്. ഒരാളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അയാളുടെ രോഷവും അയാളുടെ ദുഃഖങ്ങളും അയാളുടെ ട്രോമയും ആണ് ഇതിലുള്ളത്. അതാണ് എനിക്ക് തോന്നിയത് ആൾക്കൂട്ടത്തിന് വ്യത്യസ്തം. പറഞ്ഞോളൂ. പിന്നെ ആൾക്കൂട്ടത്തിന് വേറെ ഒരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ കഥാപാത്രങ്ങളുടെ ഇവിടെ ഒരൊറ്റ കഥാപാത്രത്തിന് ഒരു പേരില്ല. പേര് ഒരു ഐഡന്റിറ്റിയുടെ ഭാഗം ആരും ആലോചിക്കുന്ന പോലും ഇല്ല. നമ്മൾ വായിക്കുന്ന ആൾ ആലോചിക്കില്ല, അതിലുള്ള പ്രോട്ടഗോണിസ്റ്റ് ആലോചിക്കില്ല. പക്ഷേ അവസാനം വരെ 6ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോഴാണ് പേര് എന്നുള്ള സാധനം കൂടി മനുഷ്യന് വേണമല്ലോ എന്ന് ഓർക്കുന്നത്. അതായത് നമ്മുടെ പഴയ ആദ്യമുണ്ടായിരുന്ന ക്രിമിറ്ററി ക്ലർക്കിന്റെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ പേരെന്താണ് ചോദിക്കുമ്പോൾ ഒരാൾക്കൊരു പേര് വേണോ എന്നാണ് ചോദിക്കുന്നത്. അത് വല്ലാത്തൊരു അത് വേറെ ഒന്നിനുമില്ല. അത് ആനന്ദിന് വളരെ യൂണീക്കായിട്ട് ഈ നോവലിൽ മാത്രം. ബാക്കി എല്ലാവരും വളരെ ഡെഫിനറ്റ് ആയിട്ട് പേരുള്ളവരും ഈ ചെറിയ ഉന്തോണ്ടിക്കാരനും വരെ പേരുണ്ട്. ഇതിൽ ആർക്കും പേരില്ല, ഒരാൾക്ക് പോലും പേരില്ല. ആര്യ, കെമിസ്റ്റ്, കമ്മ്യൂണിസ്റ്റുകാരൻ, അങ്ങനെയാണ് എല്ലാവരും. അതെ എല്ലാവരും. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ ഇതിന് വേറെ ഒരു വ്യത്യാസം, ഈ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഈ മുഖത്തിന്റെ വൈരൂപ്യമോ അല്ലെങ്കിൽ സൗന്ദര്യമോ ഒരിടത്തുമില്ല, അത് വേറെ ഏതിലും ഇല്ല. പക്ഷെ ഇതില് ഒരു പ്രത്യേകത ഉണ്ട്. രണ്ടുപേരെ മാത്രം ക്ലർക്കിന്റെ ഒരു വൈരൂപ്യം ഒരാളുടെ അതായത് ഈ രണ്ട് ക്രിമിനേറ്ററി ക്ലർക്കുകളെയും ട്രാൻസ്ഫറായി പുതുതായിട്ട് വരുന്നയാളുടെയും ആദ്യം വരുന്നയാളിനെയും ആണ് ഈ മുഖത്തിനെ കുറിച്ച് പറയുന്നത്. റിപ്പൾസീവ് ആയിട്ടുള്ള അത് ചിലപ്പോ ആ മനുഷ്യനോട് റിപ്പൾഷൻ അല്ല, അത് അയാളുടെ ഒരു അവസ്ഥ അങ്ങനെ ആകുമ്പോഴുള്ള റിപ്പൾഷൻ. അയാൾ നോക്കുമ്പോൾ ഇത് കാണുന്നത് ശരിക്കും ഒരു ഭരണകൂടത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ്. അല്ലാതെ ആ ക്രിമിനലുകൾക്കല്ല. ഭരണകൂടം താടിയും എല്ലാം ഒരു ഇൻഡിഫറന്റ് ആയിട്ട് ഒന്നിനും ബാധകമല്ലാതെ കിടന്ന് ഉറങ്ങണം. ഒരാൾ ഉറങ്ങിക്കൊണ്ടേയിരിക്കും, വേറൊരാള് എല്ലാം വളരെ റാഷായിട്ട് അടിച്ചു. ഇത് അവരുടെ മുഖങ്ങൾ ശരിക്കും മുഖങ്ങൾ പറയുന്നത് സർക്കാർ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഒരു റിപ്പൾസീവ് നേച്ചറാണ്. അപ്പൊ ഇനി അഷ്ടമൂർത്തി, ഞാനൊരു ഭാഗം വായിച്ചു. ഇനി അഷ്ടമൂർത്തി മനസ്സുവിന്റെ വേറൊരു ഭാഗം വായി. എനിക്ക് തോന്നുന്നു നമ്മൾ ഒന്നാം അധ്യായത്തിലെ
ആ ഒന്നാമത്തെ ഞാൻ വായിക്കുന്നത് ആ ഏത്, ഉം, ആ, അവസാനം ഞാൻ അയാളോട് എന്റെ ബില്ലുണ്ടാക്കാൻ അഭ്യർത്ഥിച്ചു. അതായത് നമ്മുടെ ഈ സിലിണ്ടർ, അതെ ഓക്സിജൻ സിലിണ്ടർ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതെ കെമിസ്റ്റിനോട് അതെ ഒരു ബില്ല് ഉണ്ടാക്കണം. അതൊരു വല്ലാത്ത ഡാർക്ക് ഹ്യൂമറുള്ള ഒരു ഭാഗം അതെ അഭ്യർത്ഥിച്ചു. ബില്ലുണ്ടാക്കിയപ്പോൾ അയാൾ കൽപ്പിച്ചു കൂട്ടി തന്നെ സിലിണ്ടർ വാങ്ങിയ തീയതി 3 ദിവസം മുന്നോട്ടാക്കുകയും മുന്നോട്ടാകും. മടക്കി കൊടുത്തത് 3 ദിവസം പിറകോട്ടാക്കുകയും ചെയ്തു. അത് ഇയാളെ രക്ഷിക്കാം, ഇയാൾക്ക് പൈസ അധികം റെന്റ് അതെ കൊടുക്കാൻ പാടില്ല അതെ എന്നല്ല. അതെ പക്ഷെ അതെ എന്ത് സംഭവിച്ചു? അതെന്ത് സംഭവിച്ചു? ഈ മാറ്റം വരുത്തിയപ്പോൾ സിലിണ്ടർ മടക്കി കൊടുത്ത തീയതി മരണത്തിന്റെ തലേന്നായി. മരണം തരുന്നതായി. ഏഹ്? അപ്പൊ ഇയാൾ അത് പറ്റില്ല, അത് ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞു. ആ ഒന്ന് ആ സമയത്ത് ഡേറ്റ് വരെ, ഒരു തീയതി വരെ ഒരു 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 ഭയങ്കര ഒരു എന്താ ഒരു അതെ അതെ ഒരു ട്രോമയിലേക്ക്, ട്രോമ എന്നല്ല പറയുന്നത്, തീയതി വരെ വല്ലാതെ നമ്മളെ ഭ്രമിപ്പിക്കും, അല്ലാതെ പേടിപ്പിക്കും നമ്മളെ. ഇത് ശരിക്കും പറഞ്ഞൊരു ചെറിയൊരു ഹ്യൂമർ ടച്ചുള്ള സാധനമാണ്. അതെ പക്ഷെ അത് ഹ്യൂമർ അല്ല നമ്മൾ കാണുന്നത്. അതെ ഇതിൽ നമ്മൾ ആ ഡാർക്ക് ഡേറ്റ് വരെ നമുക്ക് തിരുത്താം. അതെ തീയതി വരെ തിരുത്താം. ആൾക്ക് ഒന്നും അറിയില്ല, ഒന്നും അതെ കിട്ടിയില്ല, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. പക്ഷെ ഇത് തീയതി എന്നുള്ള സാധനം പോലും ഇതില് മാറിപ്പോകും. മനുഷ്യൻ മാറിപ്പോകണം, തീയതി മാറിപ്പോകും. അതെ. ഉം. അപ്പൊ ഇനി ഈ നോവലിനെ കുറിച്ച് സംസാരിക്കുന്ന വേളയിൽ മുന്നൊരിക്കൽ അഷ്ടമൂർത്തി പറഞ്ഞിരുന്നു, ഈ മരണ സർട്ടിഫിക്കറ്റിന് ശേഷം വന്ന ആനന്ദ് കൃതികളെ, ഇപ്പോൾ അഭയാർത്ഥികളാകട്ടെ, മരുഭൂമികൾ ഉണ്ടാകുന്നത്, ഗോവർദ്ധൻ്റെ യാത്രകൾ, ഒരു വ്യത്യാസമുണ്ട്. അപഹരിക്കപ്പെട്ട ദൈവങ്ങൾ മുതലായ രചനകളിലേക്ക് ആനന്ദിനെ കൊണ്ടുപോയ ആ, വഴിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞിരുന്നു. ഇതിൽ ഞാനിപ്പോൾ ഈ മരണ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ 2-3 പ്രാവശ്യം വീണ്ടും വായിച്ചു ഈ പോഡ്കാസ്റ്റിന് വേണ്ടി. അപ്പോൾ ഇതിൻ്റെ ഭാഷയെക്കുറിച്ചാണ്. ഇതിൻ്റെ ഭാഷ 50 കൊല്ലം മുൻപ് എഴുതിയ ഒരു കൃതി വായിക്കുന്നു എന്ന തോന്നലുണ്ടാക്കാത്ത വിധം ഉള്ള ഒരു ഭാഷയാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഈ അമൃത് ലാലിനോട്, നമ്മുടെ രണ്ടുപേരുടെയും കോമൺ ഫ്രണ്ടായിട്ടുള്ള അമൃത് ലാലിനോട് ഞാനിത് സംസാരിക്കുമ്പോൾ അമൃത് പറയുന്നത് ആനന്ദിൻ്റെ ഭാഷ ഒരു മാനക ഭാഷയായി മലയാളത്തിൽ. അത് പിൽക്കാലത്ത് ആ ഭാഷ ഒരു മാനക ഭാഷയായതുകൊണ്ടാണ് നമുക്ക് പഴമ തോന്നിക്കാത്തത് എന്ന്. എന്താണ് അതിനെക്കുറിച്ചുള്ള റെസ്പോൺസ്? ഇത് ശരിയായിരിക്കാം, പക്ഷെ ഇത് വളരെ യൂണീക്ക് അല്ലേ? ആനന്ദിന് മാത്രമുള്ളൊരു മാനക ഭാഷയായി തീർന്നു എനിക്ക് ഉറപ്പില്ല. കാരണം ഇത് ഈ നോവലിന്, മറ്റു നോവലുകൾക്ക് ഇത് തന്നെയാണ്, പക്ഷെ ഈ പ്രത്യേക നോവലിന് അത് കൂടുതൽ എംഫാറ്റിക് ആയിട്ട് കാണുന്നു എനിക്ക് തോന്നുന്നു. ഈ മരണ സർട്ടിഫിക്കറ്റില് ഈ പറഞ്ഞ ഭാഷ, ഈ ഒരു ഒരു പറയാം, നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഷ മരണ സർട്ടിഫിക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ എംഫാറ്റിക് ആയിട്ട് വന്നത്. മറ്റെല്ലാ ഇതിലും ഉണ്ട്, പക്ഷെ എന്നാൽ ഇതിലാണ് കൂടുതൽ വന്നത് തോന്നുന്നു. മാനക ഭാഷയായി ഒരു വിധത്തിൽ പറയാം, ഒരു മാനക ഭാഷയായി മാറി ഒരു മൊത്തം എന്ന് പറയാം. പക്ഷെ എനിക്കത് മുഴുവൻ യോജിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു എനിക്ക് മരണ സർട്ടിഫിക്കറ്റിനോട് കൂടുതലുള്ള ഒരു സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും മരണ സർട്ടിഫിക്കറ്റിന്റെ ഭാഷയാണ് ആനന്ദിന്റെ ഭാഷ എന്ന് എനിക്ക് തോന്നുന്നത്. മറ്റു പലരും ഈ പറഞ്ഞ കഴിഞ്ഞു വന്ന അഭയാർത്ഥികളെ ശരി, ഗോവർദ്ധന യാത്രകളെ ശരി, മരുഭൂമി ഉണ്ടാകുന്നത് ശരി, എല്ലാറ്റിലും ഈ ഭാഷ അല്ല ശരിക്കും പറയുന്നത്. ഇതിലുള്ള ഒരു ക്രിസ്പ്നെസ്, ഇതിലുള്ള ഒരു ഷോക്ക്, ഇത്ര കുറച്ച് വാക്കുകൾ കൊണ്ട് ഇങ്ങനെ പറയാൻ കഴിഞ്ഞത് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു യൂണിക്നെസ് ആണ്. അതൊരു മാനകമായോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഓക്കെ, ഇനി ഞാൻ വേറൊരു ഭാഗം വായിക്കുകയാണ്. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്, കാലത്തിൻ്റെ പ്രയാണത്തിനിടയ്ക്ക് ഓരോ മനുഷ്യനും എപ്പോഴെങ്കിലും ഒരു ക്രിമേറ്ററി ക്ലർക്കിൻ്റെ രജിസ്റ്ററിലെ വരിയും കോളവും കൂട്ടിമുട്ടുന്നിടത്ത് എന്നെന്നും 35 60 5 വയസ്സുള്ള ഒരുവനായി അവശേഷിക്കുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ വാചകം ഒന്നും കൂടെ വായിക്കാം. കാലത്തിൻ്റെ പ്രയാണത്തിനിടയ്ക്ക് ഓരോ മനുഷ്യനും എപ്പോഴെങ്കിലും ഒരു ക്രിമേറ്ററി ക്ലർക്കിൻ്റെ രജിസ്റ്ററിലെ വരിയും കോളവും കൂട്ടിമുട്ടുന്നിടത്ത് എന്നെന്നും 35 60 5 വയസ്സുള്ള ഒരുവനായി അവശേഷിക്കുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജീവിതം വളർച്ചയുടെ സ്തംഭനം മരണവുമാണോ? എങ്കിൽ വളരുന്ന എനിക്ക് എന്തസ്തിത്വം?
മരിച്ച അയാളല്ലേ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്? ഇത് ഒന്നും ഞാൻ ക്രിമേറ്ററി ക്ലാർക്കിനോട് ചോദിച്ചതേയില്ല. അവസാനം അയാൾ ഒരു ക്രിമേറ്ററി ക്ലാർക്കാണല്ലോ. ഞാൻ ഒരു മനുഷ്യനും, ജീവിക്കുന്നവൻ ഒരിക്കൽ മരിക്കേണ്ടവൻ. അപ്പൊ ഈ ക്രിമേറ്ററി ക്ലർക്ക് മരിക്കേണ്ടവനല്ല എന്നൊരു ധ്വനി ഇതിനകത്തുണ്ട്. ഡെഫിനറ്റ്ലി കറക്റ്റ്. ക്രിമേറ്ററി ക്ലർക്കിലെ മനുഷ്യൻ മരിക്കും. പക്ഷെ ക്രിമേറ്ററി ക്ലർക്ക് എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥ ലോകത്തിന്റെ റെട്ടേപ്പിസത്തിന്റെ പ്രതിനിധിയാണ്. അത് നിലനിൽക്കുകയാണെന്നൊരു ധ്വനിയുണ്ടോ? ക്രൂരമായ ക്രൂവൽ, വെരി ക്രൂവൽ, വെരി ഹാർഷ് ആയിട്ടുള്ള ഒരു റെറ്റിപ്പിസിന്റെ ഭാഗം. അത് എല്ലാ കാലത്തും നിലനിൽക്കുന്നത്. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് നമ്മൾ മരിക്കുന്നു, നമ്മൾക്ക് എല്ലാവർക്കും ക്രിമിറ്ററി ഓഫീസിൽ പോകേണ്ടി വരുന്നു, പല സമയത്തുകളും നമ്മൾ മരിക്കുന്നു. പക്ഷെ മരണത്തിന് ശേഷം ഇയാൾ ഒരിക്കലും മരിക്കും. ഈ ക്രിമേറ്ററി ക്ലർക്ക് എന്നുള്ള ആ ഒരു സാധനം, ആ ഒരു മനുഷ്യൻ, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മരിക്കുന്നേ ഇല്ല. ഓൾവേസ് എപ്പോഴും അതിനുള്ള ഒരു ആ ആർഗ്യുമെന്റ് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം ഈ ക്ലർക്കിന് സ്ഥലം മാറുകയും വേറൊരാൾ വരികയും തുടരുകയും ചെയ്യാണ്. വളരെ കറക്റ്റ്. ആ ഒരു സംഭവം നടക്കുകയാണ്. ഒരു വൃദ്ധനാണ് പിന്നെ വരുന്നത്. വളരെ കറക്റ്റാണ്. അത് തന്നെയാണ് കണ്ടിന്യൂ വരുന്നു. അപ്പോ ഇനി എന്റെ ചോദ്യം നേരത്തെ പറഞ്ഞൊരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. മനുഷ്യന്റെ അസ്തിത്വ പ്രശ്നങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന മരണ സർട്ടിഫിക്കറ്റിന്റെ ഒരു പ്രത്യേകതയാണ് ഇത്. പാശ്ചാത്യ ലോകത്ത് എക്സിസ്റ്റൻഷ്യൽ ദാർശനിക ധാരയിൽ നിരവധി തരംഗ സൃഷ്ടികളായ പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മരണ സർട്ടിഫിക്കറ്റ് അതിൽ നിന്നും വ്യത്യസ്തമാണെന്നും ഒന്നിൻ്റെയും സ്വാധീനം അതിന്മേലില്ല എന്നും ഒന്ന് സൂചിപ്പിച്ചിരുന്നു നേരത്തെ അഷ്ടമൂർത്തി. അപ്പൊ ഈ ട്രയലും കാസിലും ഒക്കെ ഇറങ്ങിയതിന് ശേഷമാണല്ലോ ഈ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ എൻ്റെ നിരീക്ഷണവും തെറ്റാകാം, ഈ സ്വാധീനമില്ല എന്നുള്ളത്. കാരണം ആനന്ദ് അത് വായിച്ചിരുന്നിരിക്കണം. ആനന്ദിനെ ആ പ്രമേയത്തിൻ്റെ തീക്ഷ്ണത സ്വാധീനിച്ചിരിക്കണം. അതിനെ എങ്ങനെ കാണുന്നു? ഈ ഒരു ആനന്ദ് ഈ അത്തരം എക്സിസ്റ്റൻഷ്യൽ വായനകളെ സ്വാംശീകരിച്ചിട്ടുണ്ടായിരിക്കണം അല്ലേ? ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. എക്സിസ്റ്റൻഷ്യലിസം എന്തായാലും എക്സിസ്റ്റൻഷ്യലിസം തന്നെയാണ് എല്ലാ നോവലുകളും. പക്ഷെ ഈ പറഞ്ഞ കാസലായാലും ശരി, അമേരിക്കയിലും ശരി, അല്ലെങ്കിൽ ക്യാമ്യൂവിന്റെ ഏതായാലും ശരി, പ്ലേഗ് ആയാലും ശരി, അതൊന്നും ഈ ആനന്ദിന്റെ ഈ പുസ്തകത്തിലോ വരാമെന്ന ഒരു കൃതികളോ ഈവൻ ആൾക്കൂട്ടത്തിൽ വരെ ഇതിന്റെ ഒരു സ്വാധീനമില്ല. ഒരു പ്രീവിയസ് മോഡൽസ് എവിടെ നമുക്ക് കണ്ടെത്തുന്നില്ല. കാരണം അതിലുള്ള ഒരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അത് വായിക്കുമ്പോൾ തന്നെ, ഇപ്പൊ കാസിലായാലും ശരി, ഈവൻ പുതിയതിറങ്ങിയ പാരസ് ഓഫ് ഡ്രീംസ്, നമ്മുടെ ഇസ്മായിൽ ഖാദറിന്റെ പാരസ് ഓഫ് ഡ്രീംസ് ഇതേപോലെ ആയിരിക്കാൻ വേണമെങ്കിൽ ഇതിന്റെ ഏറെ പക്ഷെ അതിൽ പോലും ഒരു വെൻ വി റീഡ്, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തിയറിറ്റീഷ്യൻ ഉണ്ട്. ആ നോവലിസ്റ്റിനെക്കാളും നമ്മളൊരു തിയറിറ്റീഷ്യനെ കാണും. ഒരു തിയറി, അതിലൊരു തിയറി ഉണ്ടല്ലോ എന്ന് സൂക്ഷിച്ചു. ഇതിലതില്ല. ഇത് നമ്മളങ്ങനെ നാച്ചുറൽ ആയിട്ട് എടുക്കുകയാണ്. സംഭവം എക്സിസ്റ്റൻഷ്യലിസം തന്നെയാണ്, അല്ലെങ്കിൽ ഐഡന്റിറ്റി ക്രൈസിസ് തന്നെയാണ് ഇതിൽ ഈ പറഞ്ഞതിലല്ലാതെ. പക്ഷെ ഈ ഒരു തിയറിറ്റീഷ്യൻ ആയിട്ടല്ല എഴുതുന്നത്. ഒരു മനുഷ്യൻ ഇതൊക്കെ അനുഭവിച്ചൊരു മനുഷ്യനായിട്ട് പുള്ളി എഴുതുന്നത്. ഒരിക്കലും ഒരു തിയറിറ്റീഷ്യൻ ആയിട്ടല്ല. ഈവൻ കാഫ്കയ്ക്കും കാസലിലൊക്കെ ശരിക്കും നല്ലവണ്ണമുണ്ട്. പിന്നീട് വന്ന പല എഴുത്തുകളിലും പാലസ് ഓഫ് ഡ്രീംസ് ആയാലും ശരി, അഷ്ടമൂർത്തി പറയുന്നത് ശരിയാണ്. കാരണം നമ്മൾ ഈ ആനന്ദിന്റെ അടുക്കൽ വ്യക്തിപരമായിട്ട് ആനന്ദിന്റെ അടുക്കൽ നമ്മൾ പോവുകയും ആനന്ദിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആനന്ദ് തന്നെയാണ് ഇത് എഴുതിയത് എന്ന് നമുക്ക് ഉറപ്പാകും. ഇതില് വ്യക്തിപരമായ സംഭാഷണങ്ങളിലും ഒരിക്കലും ഒരു തിയറിറ്റിഷ്യനേക്കാൾ അല്ലെങ്കിൽ ഒരു സൈദ്ധാന്തികനേക്കാൾ ഉപരി ഈ മനുഷ്യാവസ്ഥ മനസ്സിലാക്കി അതിൽ ഉരുകുന്ന ഒരാളാണ് മനുഷ്യൻ. അതെ. ഞാനും ഒരു തവണ സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു ഡൽഹി വെച്ചിട്ട്. ഞാൻ പറഞ്ഞത് ആനന്ദും ഈ എഴുത്തും തമ്മിൽ വ്യത്യാസമില്ല. അവര് സിങ്ക്രണൈസ് അല്ല, അത് ആനന്ദ് തന്നെയാണ്. ഈ മരണ സർട്ടിഫിക്കറ്റ് എഴുതുന്ന ആൾ തന്നെയാണ്. ഈ മരണ സർട്ടിഫിക്കറ്റ് അന്വേഷിച്ച് നടക്കുന്ന ഇതേ മനുഷ്യൻ തന്നെയാണ് ആനന്ദ്.
ഇത് അതല്ല, മറ്റു പലരുടെയും നമ്മുടെ തിയറിറ്റീഷ്യൻ അവിടെ തിയറി ഇങ്ങനെ അവിടെ നമ്മൾ മുഴച്ചു നിൽക്കും എന്ന് തോന്നുന്നു. വേറെ ആൾക്കാർക്ക് ഇത് പറയും. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, നമ്മൾ തിയറി വെച്ചിട്ട് ഒരു എക്സിസ്റ്റൻഷ്യൽ നോവൽ ആണല്ലോ എന്ന് വെച്ച് വായിച്ചുകൊണ്ടായിരിക്കാം, പക്ഷെ സ്റ്റിൽ അതൊരു ഭയങ്കര മുഴച്ചു നിൽക്കുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതിലതില്ല ആനന്ദിന്റെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രീവിയസ് മോഡൽസ് മലയാളത്തിലോ ഇംഗ്ലീഷ്, ഞാൻ വായിച്ച ഇംഗ്ലീഷ് പുസ്തകങ്ങളില്ല, ഇനി മലയാളത്തിലില്ലെന്ന്. ഇനി ഏതാണ് അഷ്ടമൂർത്തി വായിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പേജ്? എന്നൊന്ന് പറയണം ഏത് ഭാഗമാണെന്ന് കേട്ടോ. പിന്നെ പറയുന്നത് നമ്മുടെ ക്രിമിട്രി ക്ലർക്കിന്റെ ഭാര്യ, ആദ്യത്തെ ക്രിമിട്രി ക്ലർക്കിന്റെ ഭാര്യ അതൊരു ഭയങ്കര വിചിത്ര സ്വഭാവിക സ്ത്രീയാണ്. ആദ്യം നടന്നു വരുമ്പോ ഭയങ്കര നടന്നു വരുമ്പോ ഇയാളായിരുന്നു കോണിപ്പടി ഒരു സ്പീഡിൽ ആ സ്റ്റെപ്സ് ഇറങ്ങി വരുമ്പോ പുറത്ത്, അത് വേറെ രസം കൂടിയുണ്ട്, ഇവർ താമസിക്കുന്ന ക്രിമിട്രിക്കകത്ത് തന്നെയാണ്. അതാണ് എന്നും ഈ ചാരത്തിന്റെ ഇത് മുഴുവൻ തുടയ്ക്കുകയും വൃത്തിയാക്കുകയും. അത് ആലോചിച്ചു, ആ മരണത്തിനെ എങ്ങനെ അവർ കുറച്ചു കളഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ അവരൊരു പ്രത്യേക സ്ത്രീ, അവർക്ക് ആ ദേഷ്യം ഒരു ഭയങ്കര എന്താ പറയാ, ഭയങ്കര ടെമ്പേർഡ് ആണ്, എപ്പോഴും ബാഡ് ടെമ്പറുള്ള സ്ത്രീയാണ്. അവർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, കാരണം അവര് മരണത്തിന്റെ ഷെയ്ഡുകളാണ് ഇങ്ങനെ അടിച്ചു വരിക്കൊണ്ടിരിക്കുന്നത്. ഇതും പിന്നെ ഈ പലതും പറയുന്നുണ്ടല്ലോ. അതില് ഒരു ഭാഗത്ത് ഇവര് ഒരു ബിസ്ക്കറ്റ് കൊണ്ടുകൊടുത്ത്, ഈ ബിസ്ക്കറ്റ് കൊണ്ടുകൊടുത്തതിന് ശേഷം ഇവര് കുറച്ച് അടുപ്പാവും, കുറച്ച് ക്ലോസ് ആവും. ആ സമയത്ത് ഇവര് പറയുന്നുണ്ട്, ഒരു മിനിറ്റ്, വിശ്രമം ഒരു മിനിറ്റ് കേട്ടോ, ഒറ്റ മിനിറ്റ്, ഞാൻ വിശ്രമിക്കുക. ആ വിശ്രമിക്കുക എന്ന ആർക്കും ഇല്ല, എല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? എല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്രമം എന്ന സാധനം എന്ന കാര്യം ആർക്കും ഇല്ലേ എന്ന് ചോദിക്കാൻ. ആ സ്ത്രീ ഒരു വളരെ വിഹുലയാണ്. ആ സ്ത്രീ ജോലി എപ്പോഴും അടിച്ചു വാരുക, എപ്പോഴും തുടയ്ക്കും, മാത്രം ചാരം മരണത്തിന്റെ ചാരം. അപ്പൊ അത് ആ ഒരു കഥാപാത്രം ഒരു ഗംഭീര കഥാപാത്രം. ഈ അവസാനം വരെ ഒരു ഇടയ്ക്ക് വെച്ച് അവർ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവര് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഒരു ഇങ്ങനെ വരുന്നു. അപ്പൊ ഞാൻ ഈ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കുറെ ഇടങ്ങൾ വരുന്നുണ്ടല്ലോ. നേരത്തെ പറഞ്ഞ ഈ ശ്മശാനമുണ്ട്, അതുപോലെ തന്നെ ഡെത്ത് ഓഫീസുണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വീടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസോ അതുണ്ട്, അതുപോലെ തന്നെ ലൈബ്രറി വളരെ പ്രധാനപ്പെട്ട, നമുക്കൊരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ, അത് ഈ എഴുതി കാണിക്കുന്നുണ്ട് ഇവര്. അപ്പോൾ ലൈബ്രറി വരുന്നുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഡെത്ത് ഓഫീസ് വരുന്നുണ്ട്, ഇതുപോലത്തെ ചില ഇടങ്ങളുണ്ട്. ഈ ഇടങ്ങളിലും കഥാപാത്രങ്ങൾ തന്നെയാണ്, പക്ഷേ ഈ ഇടങ്ങൾക്കൊക്കെ പേരുണ്ട്, കഥാപാത്രങ്ങൾക്ക് പേരില്ലെങ്കിലും. അപ്പോ ഇതിൻ്റെ അകത്ത് ഞാനൊരു ചെറിയൊരു ഭാഗം വായിക്കുന്നത് ഈ ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. പല വിധത്തിൽ തുറന്നും അടയാളപ്പെടുത്തിയും കിടക്കുന്ന പുസ്തകങ്ങൾ കൊണ്ട് കൗണ്ടറും മേശയും നിറഞ്ഞു. ഒന്നിലും കൂടുതൽ നേരം തങ്ങി നിൽക്കാൻ കഴിയാതെ അക്ഷമരായി ആർത്തിയോടെ വായിച്ചും തിരിഞ്ഞും ഞങ്ങൾ തളർന്നു. ഇതെല്ലാം ഇതിനെപ്പറ്റിയാണോ? ഞാൻ അത്ഭുതത്തോടുകൂടി ചോദിച്ചു. ഈ ലൈബ്രറിയിലുള്ള എല്ലാ പുസ്തകങ്ങളും ഇതിനെപ്പറ്റി മാത്രമാണ്. ഈ കണ്ട എഴുത്തുകാരത്രയും എഴുതിയിട്ടുള്ളതും നോക്കൂ, ഇതും അയാൾ പെൻസിൽ കൊണ്ട് അടിവരയിട്ടതും മാർജിനിൽ അടയാളപ്പെടുത്തിയതുമായ പല ഭാഗങ്ങൾ തുറന്ന് എൻ്റെ നേരെ നീക്കിവെച്ചു. വായിച്ചു നോക്കൂ, ഏതെല്ലാം വിധത്തിലുള്ള കുടുക്കുകളിലേക്കാണ് ഓരോരുത്തരും ചെന്ന് പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഈ എൻ്റെ ചോദ്യം, ഈ ഇടങ്ങൾ കഥാപാത്രങ്ങളാണ്. അത് ഡെത്ത് ഓഫീസർ, ശ്മശാനം, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വീട്, കെമിസ്റ്റിന്റെ വീട്, ലൈബ്രറി. ഞാനിത് ഇതിനകത്തെ ലൈബ്രറി കാണുമ്പോൾ ഞാൻ ഈ ബോഹസിന്റെ ലൈബ്രറി ഒക്കെ. അപ്പൊ ഈ ഇടങ്ങൾ കഥാപാത്രങ്ങളാണോ മരണ സർട്ടിഫിക്കറ്റിൽ? ശരിക്കും ഉറപ്പായിട്ടും. കാരണം അതിന്റെ ഇതിന്റെ സ്വഭാവം, ലൈബ്രറി ആണെങ്കിൽ ഇരുട്ട് മങ്ങിയ വെളിച്ചം മാത്രമേ ഉള്ളൂ. മങ്ങിയ വെളിച്ചത്തിൽ കൂടെ അവർ അന്വേഷിച്ച് നടക്കുന്നത്. ഡെത്ത് ഓഫീസർ വെച്ചാൽ വളരെ എന്താ പറയാ, ഒരു കാബണസ്, എല്ലാം വലിയ അത് ശരിക്കും കാസിലത്തെ ഒരു കാസിൽ പോലെ തന്നെയാണ് പല ഭാഗങ്ങളും. അത് കല്ല് വെച്ച കരിങ്കല്ലിൽ പണിത ഒരു 3 നില കെട്ടിടമാണ് മുനിസിപ്പൽ ഡെത്ത് ഓഫീസ്. ഡെത്ത് ഓഫീസ് എന്നുള്ള പേര് തന്നെ വളരെ ഭയങ്കര ഷോക്കാണ്.
അതിന്റെ മുന്നിലെത്തിയപ്പോൾ ആകസ്മികമായ ഒരു ദുരന്തത്തിന്റെ മുമ്പിൽ വന്നു വിട്ട പോലെ തോന്നി. എന്റെ സമസ്ത നാടികളും തളർന്നു. അവിടം വരെ എത്താൻ എടുത്തതിലും ഏറെ പാടുപെടേണ്ടി വന്നു ആ കെട്ടിടത്തിന്റെ 7 കരിങ്കൽപ്പടികൾ ചവിട്ടിക്കയറാൻ. ഓരോ പടി കയറിയതിനു ശേഷം ഞാൻ അല്പം വിശ്രമിച്ചു. 7ാമത്തെ പടി കടന്നപ്പോൾ എന്റെ മുമ്പിൽ മൈതാനം പോലെ വിശാലമായ ഒരു വരാന്തയും. എന്തൊരു ആർക്കിടെക്ചർ! ഈ ആർക്കിടെക്ട് വരാന്തയും, ആ വരാന്തയിൽ നിന്ന് മുമ്പോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ഊർന്നു പോകുന്ന 3 ഇടനാഴികളും കാണുന്നു. എവിടേക്ക് പോകണമെന്നറിയില്ല. ഈ ഒരു അവസ്ഥ, ആ ഇതിലേക്ക് ഡെത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു ഡെത്തിന്റെ ഒരു ഇതാണ്, എന്താ പറയുക, ഞാൻ ചോദിക്കുന്ന ഈ ഊരാക്കുടുക്ക് എന്ന് പറയുന്നത് അല്ലേ വിശ്വസാഹിത്യത്തിലെ പ്രധാന പ്രമേയം? ആയിരിക്കും, ശരിയാണ്. ആലോചിച്ച് നോക്കുമ്പോൾ കറക്റ്റാണ്. എല്ലാം ഊരാക്കുടുക്കണം, എല്ലാം ഊരാക്കുടുക്കണം. പ്ലേഗിലായാലും ശരി, കാസ്റ്റിലായാലും ശരി, ശരിയാണ്, 100% ശരിയാണ്. എല്ലാം ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മനുഷ്യന്റെ ഒരു എഫർട്ട് അല്ലെങ്കിൽ സ്ട്രഗിളാണ് ഇതിലും. നമുക്കിനി 6 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. മരണ സർട്ടിഫിക്കറ്റിലെ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു സവിശേഷ കഥാപാത്രമല്ലേ? നാളെയിലേക്ക് മാത്രം നോക്കാൻ പാർട്ടി പരിശീലിപ്പിച്ച ഒരാൾ. അയാളെക്കുറിച്ച് അഭിമാനം മാത്രമുള്ള അയാളുടെ ഭാര്യ, അയാളുടെ ത്യാഗത്തിലും അയാളെ സ്നേഹിക്കുമ്പോഴും കവുങ്ങായാൽ അടക്കയെ ഓർത്തുകൊണ്ടിരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായാൽ അയാൾക്ക് നിഷിദ്ധമാണ് എന്ന് പറയുന്ന ഒരു വിമർശനമുണ്ട്. കവുങ്ങായാൽ അടക്കയെ ഓർത്തുകൊണ്ടിരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ അയാൾക്ക് നിഷിദ്ധമാണ് എന്ന്. കമ്മ്യൂണിസത്തെക്കുറിച്ചുള്ള ആനന്ദിന്റെ അഭിപ്രായം മരണ സർട്ടിഫിക്കറ്റിൽ എത്രമാത്രം അഭിവ്യക്തമാകുന്നുണ്ട്? ശരിയാണ്. ഞാനത് ആലോചിച്ചു. ഈ കമ്മ്യൂണിസ്റ്റുകാരെന്നല്ല, ആ കമ്മ്യൂണിസ്റ്റിന്റെ രൂപം തന്നെ, അയാളുടെ രൂപം, അയാളുടെ പ്രവൃത്തികൾ, അയാളുടെ ആക്ഷൻസ് എല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് ചേർന്ന് തന്നെയാണ്. എക്സെപ്റ്റ് അയാളുടെ ഭാര്യയായിട്ടുള്ള ബന്ധം, അയാൾ പറയുന്നുണ്ട്. അയാളുടെ ഭാര്യയായിട്ടുള്ള ബന്ധം വളരെ ഒരു കുടുംബത്തോട് വളരെ അടുത്ത് നിൽക്കേണ്ട ഒരു മനുഷ്യനാണ്. പക്ഷെ വലിയ സഹായിയാണ്, എല്ലാവരും സഹായിക്കും, വളരെ പ്ലസന്റ് ആണ്. പക്ഷെ അയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അത് പറയണ്ടല്ലോ, അയാളൊരു കമ്മ്യൂണിസ്റ്റാണ്. അയാളുടെ അപ്പൊ അത് ശരിക്കുമുണ്ട്, അത് കറക്റ്റാണ്. ഒരു സമകാലിക കമ്മ്യൂണിസ്റ്റിന്റെ ഒരു അങ്ങനെയാണ്. ഒരു മോഡൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മോഡൽ അല്ലാതിരിക്കാം, എങ്ങനെ പണിയാം. എന്റെ ഒരു ഹ്യൂമൻ സൈഡ് വേണ്ട, അതായത് ഒരു ഫാമിലിയോ ഒന്നും വേണ്ട എന്ന് പറയുന്ന എല്ലാം നിഷേധിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല ഇയാള്. ഇയാൾക്ക് കുടുംബം വളരെ അടുത്ത ആളാണ്. പിന്നെ ഇതുമാതിരി ഇയാള് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ, ഇയാൾ ആശുപത്രി കിടക്കുമ്പോഴൊക്കെ ഓർമ്മയുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റുകാരന്റെ ശുഭാപ്തി റാഷണൽ അല്ല എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതാനുഭവത്തിൽ നിന്ന്, അല്ലേ? ഞാൻ ഉണ്ട്, വിശ്വസിക്കുന്നുണ്ട്. കാരണം അയാൾക്ക് ഒരു സംശയമുണ്ട്. ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ഇങ്ങനെ ആവാൻ പാടോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. എന്നാൽ അതേസമയം തന്നെ ഈ ഞാൻ എന്ന് പറയുന്ന ഈ മരണ സർട്ടിഫിക്കറ്റിലെ പ്രോട്ടഗോണിസ്റ്റ്, അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റുകാരനിലെ വ്യക്തിയുടെ പ്രതിസന്ധിയും വ്യക്തിയുടെ സത്വപ്രതിസന്ധിയെ കുറിച്ചൊക്കെ വളരെ കൺസേൺഡ് ആണ്. ശരിക്കും കറക്റ്റാണ്. ശരി. അതെന്താ വെച്ചാൽ അത് വളരെ ശരിയാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം, ഒരു പൊളിറ്റിക്കൽ കഥാപാത്രം. ഇനി ഐ ആം റിയലി സോറി, ഇനി നമുക്കൊരു 3.5 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് കുറച്ചുകൂടെ ഭാഗങ്ങൾ വായിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിന് നമുക്ക് സമയം അനുവദിക്കുന്നേ ഇല്ല. എൻ്റെ അവസാനത്തെ ചോദ്യം, ശബ്ദായമാനമായ കേരള സമൂഹത്തിൽ ഒന്നും മിണ്ടാതിരുന്ന് ആനന്ദ് എന്ന എഴുത്തുകാരൻ ഉണ്ടാക്കുന്ന സ്പേസ്, ആ സ്പേസിന് എന്തൊരു വലിപ്പമാണെന്ന് അഷ്ടമൂർത്തിക്ക് തോന്നുന്നുണ്ടോ? ശരിക്കും അതാണ് എപ്പോഴും ഞാൻ ആലോചിക്കുന്ന കാര്യം അതാണ്. അതായത് ഇത്രയും
ഇത്രയും വലിയൊരു സ്പേസ്, ഇത്രയും വലിയൊരു നമുക്ക് നമുക്ക് ചിന്തിക്കാനും നമുക്ക് ആലോചിക്കാനും നമുക്ക് വായിക്കാനും ഒരു വലിയൊരു സ്പേസ് ആണ് കിട്ടുന്നത്. അതായത് ആനന്ദിന്റെ എഴുത്ത് എന്ന് പറയുമ്പോൾ അതൊരു വേറെ ലോകമാണ്, വേറെ സ്പേസ് ആണ്. ഈ പറഞ്ഞ ആരുടെയും സ്പേസ് അല്ല, അത് ഈ വലിയൊരു സ്പേസ് ആണ് നമുക്ക് മുമ്പിൽ തുറന്നത്. മലയാളി വായനക്കാരന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു യുണീക്കാണ്, ഇങ്ങനെ ഒരു ഭാഷയിലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു റൈറ്റിംഗ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന്. അതായത് ഇത്രയും ലാറ്ററൽ ആയിട്ട് ഒന്നും അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കേരള സമൂഹത്തിൽ ഏറ്റവും അധികം പ്രസൻസ് ഉണ്ടാക്കിയ ഒരു സ്പേസ് ഉണ്ടാക്കിയ സൈലന്റ് ആയിട്ട്, ഗോപാലകൃഷ്ണൻ പറഞ്ഞ മാതിരി വളരെ സൈലന്റ് ആയിട്ട് ദൂരെ ഇരുന്ന് വളരെ സൈലന്റ്, ആരും ഒന്നും ഇണ്ടാതെ എവിടെയും ശബ്ദിക്കാതെ എവിടെയും. എനിക്ക് സമാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, പണ്ട് ഈ ഗോപാലകൃഷ്ണ ഗാന്ധി ടി മുക്തയുടെ ഒരു CD റിലീസ് ചെയ്തുകൊണ്ട് മദ്രാസിൽ പ്രസംഗിക്കുന്ന സമയത്ത് എം എസ് സുബ്ബലക്ഷ്മിയും DK പട്ടമ്മാളും ML വസന്തകുമാരിയും ഒക്കെ കച്ചേരികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സെൻട്രൽ സ്റ്റേജിൽ നിന്നും മാറി നിന്ന് ഒതുങ്ങി എന്നുള്ള വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അത് മനോഹരമായ തമിഴിലാണ് പുള്ളി പ്രസംഗിച്ചത്. അപ്പോൾ ഒതുങ്ങി നിന്ന്, സെൻട്രൽ സ്റ്റേജിൽ നിന്നും ഒതുങ്ങി നിന്ന് താൻ ഒതുങ്ങി നിൽക്കുന്നിടം ലൈം ലൈറ്റ് ആക്കി മാറ്റുകയാണ് ടി ബൃന്ദയും ടി മുക്തയും ചെയ്തത്. അത് തന്നെയാണ് ഈ ആനന്ദിന്റെ കാര്യത്തിലും ഇത്രയും ഈ ബഹളങ്ങൾക്കിടയിൽ, ഈ ഉത്സവങ്ങൾക്കിടയിൽ ബഹളങ്ങൾ ഒന്നുമില്ലല്ലോ. ഇത്ര വലിയ ഉത്സവങ്ങൾ. പക്ഷേ നമ്മൾക്ക് ഈ ഉത്സവ അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ ഈ ശബ്ദായമാനമായ ബഹളത്തിലും ആനന്ദ് ഈ ബഹളത്തിനകത്ത് ആനന്ദിൻ്റെ മൗനവും ആനന്ദ് എഴുതിയതും വളരെ പ്രസക്തമായി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള ഈ നോട്ടോടുകൂടി ഈ സംഭാഷണം നമുക്ക് അവസാനിപ്പിക്കാം. മരണ സർട്ടിഫിക്കറ്റ് എന്ന ഈ ആനന്ദിൻ്റെ കൃതിയെക്കുറിച്ചാണ് 2024 ദില്ലി ദാലിയുടെ ഓണപ്പതിപ്പ്. അതിന് കാരണവും അഷ്ടമൂർത്തി തന്നെയായിരുന്നു. അഷ്ടമൂർത്തി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരുപക്ഷെ അഷ്ടമൂർത്തിയുമായ ഒരു സംഭാഷണം അല്ലായിരിക്കും മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ ഞാൻ അഷ്ടമൂർത്തി എത്ര പാഷനേറ്റായിട്ട് തന്നെ ഇതിന് മനസ്സിലാക്കുന്നതെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അഷ്ടമൂർത്തിയുമായിട്ട് തന്നെ സംഭാഷണം നടത്തണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതിനെ അനുവദിച്ചതിന് ഐ ആം താങ്ക്ഫുൾ ടു യു ആൻഡ് താങ്ക് യു ഫോർ യുവർ ക്വാളിറ്റി ടൈം. എൻ്റെ വായനകളെ വീണ്ടും വഴികാട്ടിയായിട്ട് തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വളരെ നന്ദി ഗോപാലകൃഷ്ണൻ, ഈ ഒരു അവസരം തന്നതിന്. അതും മരണ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് സംസാരിക്കാൻ ഇത്രയും ഒരു 10, 35, 40 മിനിറ്റ് തന്നത് ഏറ്റവും വലിയ കാര്യമാണ്. എനിക്ക് എത്രത്തോളം കൺവേ ചെയ്യാൻ പറ്റിയെന്നറിയില്ല. പക്ഷെ എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനത് പറയാൻ വിട്ടുപോയി. അതെന്താണെന്ന് വെച്ചാൽ, ഈ ജനിച്ചു എന്ന് തെളിയിക്കാൻ ജീവിതം മാത്രം പോരാ, ജനന സർട്ടിഫിക്കറ്റ് കൂടി വേണം. അതല്ലാതെ എങ്ങനെ മരണം സ്ഥിരീകരിക്കും? ജനിച്ചതിന് തെളിവില്ലാതെ ഒരാളോ? മരണത്തിന് പിന്നെ എന്താണ് തെളിവ്? ജീവിതം പോരാ, ജീവിക്കാൻ ജീവിതം മാത്രം പോരാ. അല്ല, മരണം സർട്ടിഫിക്കറ്റ് ആണ്, ജീവിതം മാത്രം പോരാ, ജനിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. ജീവിച്ചു എന്നുള്ളത് ഒരു തെളിവില്ല. അതുകൂടി ജനന സർട്ടിഫിക്കറ്റുകളുടെ ഇടയിലുള്ള ജീവിതം മനുഷ്യൻ, ഒരു ജനന സർട്ടിഫിക്കറ്റിനും ഒരു മരണ സർട്ടിഫിക്കറ്റിന്റെയും ഇടയിലുള്ള ആ ജീവിതം ഇല്ല. ഈ 2 സർട്ടിഫിക്കറ്റ്സ് മാത്രമേ ഉള്ളൂ ലോകത്തിൽ. അതാണ് ഞാൻ പറയാൻ വിട്ടുപോയത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.